ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാജിദ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിനകത്ത് ഷെരീഫിനെതിരെ, അതുപോലെ തന്നെ ഷെരീഫ് ഇട്ട വീഡിയോ കണ്ടിട്ട് കുറേയധികം പേര് ഷാജിദയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയൊക്കെ ഈ ഒരു ഷാജിദ ഒരു ലൈവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പും ചെയ്തേക്കോ. കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ഷെരീഫും അതുപോലെ തന്നെ ഷാജിദയും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇതിനു മുമ്പും ഇതേ കണക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇടയ്ക്ക് വെച്ചെല്ലാം സോൾവ് ആയതായിരുന്നു. പിന്നെ ഇതേ കണക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാജിദ ഉണ്ടെങ്കിൽ ഷെരീഫിനെ കുറ്റം പറയുക, ഷെരീഫ് ഉണ്ടെങ്കിൽ ഷാജിദയെ കുറ്റം പറയുക. ഇതേ കണക്ക് ഷെരീഫ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജിദ ഉണ്ടെങ്കിൽ വേറെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുമായിട്ടൊക്കെയാണ് കുറേയധികം ബന്ധം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഷാജിദയ്ക്ക് കമൻ്റ് ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലൈവിലും കുറേയധികം പേര് നെഗറ്റീവ് കമൻ്റ് ഇട്ടപ്പോൾ ഷാജിദ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇടണമെങ്കിൽ വേറെ ആരെങ്കിലും ചാനലിൽ പോയിടുക, എൻ്റെ ചാനൽ വന്നിട്ടല്ല കമൻറ്റ് ബോക്സിലല്ല ഇടേണ്ടത്. ഇതേ കണക്കിന് ഇട്ട് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും എന്നുള്ള രീതിയിൽ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെരീഫ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോളൂ. എൻ്റെ ഭാഗത്ത് നിൽക്കാൻ, എന്നെ സ്നേഹിക്കാൻ കുറേയധികം പേരുണ്ട്, അവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു.